മാധവ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ വ്യത്യസ്തമായ രചനാശൈലി കൊണ്ട് മനസ്സിനെ സ്പർശിച്ച ഒരു നോവലാണ് ശ്രീ എസ് ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു. സാംസ എന്ന 13 വയസ്സുകാരന്റെ മനോവ്യാപാരങ്ങളിലൂടെ വികസിക്കുന്ന കഥ, കൂടാതെ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില കഥാപാത്രങ്ങളും. സാംസയുടെ അച്ഛൻ വിജയൻ, അമ്മ ആനി, അവന്റെ കൂട്ടുകാരൻ സ്റ്റീഫൻ, പിന്നെ ഏതോ അജ്ഞാത ലോകത്ത് ജീവിക്കുന്ന നറ്റാഷ എന്ന പെൺകുട്ടിയും. രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്ന അവൻ കണ്ട സ്വപ്നം മറ്റൊരാളും കൂടി കണ്ടിരുന്നു എന്ന തോന്നലിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഏകാന്തത ഇഷ്ടപ്പെടുന്ന സാംസ അവന്റെ സമപ്രായക്കാരായ, അല്ലെങ്കിൽ ഒരു 13 വയസ്സുള്ള കുട്ടിയുടെ കൗതുകങ്ങളോ ചിരികളോ കളികളോ ഇല്ലാതെ അവൻ സ്വയം തീർത്ത ഭാവനാലോകത്ത് ജീവിക്കുന്ന കുട്ടി. ഒരുപക്ഷെ സാംസ അങ്ങനെ ആയിത്തീരാൻ കാരണം അവന്റെ ശൈശവത്തിലും ബാല്യത്തിലും അവന്റെ മനസ്സിനേറ്റ ആഘാതങ്ങളായിരിക്കാം. എല്ലാവരും അവരവരുടെ ചിന്തകളോട് സംസാരിക്കുന്നവരാണല്ലോ, അല്ലേ? ഈ നോവലിലെ വളരെ പ്രത്യേകതയായിട്ട് തോന്നിയത്, ഇത് തുടക്കത്തിലേ വായിക്കുമ്പോൾ നമുക്കെല്ലാം നമ്മുടെ ബാല്യകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയതായി തോന്നും. കാരണം സാംസ നടന്നു നീങ്ങിയ വഴികളിലൂടെയെല്ലാം നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മുടെ തൊട്ടരികിൽ സാംസയുണ്ട്. അവൻ കണ്ട കാഴ്ചകളൊക്കെ തന്നെ നമ്മളും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളും ഒരു സാംസയായിരുന്നില്ലേ എന്ന് തോന്നുന്ന രീതിയിൽ കൃത്യമായ വിവരണം. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കണ്ടു പരിചയിച്ച ചില കഥാപാത്രങ്ങളെ നമുക്കിത് വായിക്കുമ്പോൾ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നോ നഷ്ടമായ ഒരു ബാല്യം ഇത് വായിക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും. അതുപോലെ ഈ നോവൽ വായിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ വല്ലാതെ വേദന, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു കഥാപാത്രമാണ് വിജയൻ, സാംസയുടെ അച്ഛൻ വിജയൻ. ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടി പല ബിസിനസ് തുടങ്ങി പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവസാനം പരാജയപ്പെട്ട് സ്വയം തന്റെ വിധിയോട് പൊരുത്തപ്പെട്ട് അദ്ദേഹം ജീവിക്കുമ്പോഴും അവസാനം അതിനു പോലും വിധി അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. ആ ചട്ടക്കൂടിൽ ഒതുങ്ങാനും സമ്മതിക്കാതെ അവസാനം സ്വന്തം ഭാര്യയുടെ മനസ്സിൽ പോലും അയാൾ അപ്രത്യക്ഷനായത് തിരിച്ചറിയാതെ മുഖം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന വിജയൻ. അതുപോലെ ഭ്രാന്തനായ സ്റ്റീവനെ സ്നേഹിച്ച ശ്യാമ, സ്വന്തം കല്യാണത്തിന് ശേഷം സ്വന്തം വീട്ടിൽ നിന്ന് പോലും അപരിചിതയായി മാറുന്ന ആനി. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ. അതുപോലെ അദ്ദേഹം ഒരു ഭാഷാപ്രയോഗം ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ അകത്ത് വിവരിച്ചിരിക്കുന്ന ശ്രദ്ധേയമായി തോന്നിയ ഒന്ന്, അത് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മുഖമടച്ചുള്ള അടി എന്നത് ഒരു ഭാഷാപ്രയോഗമാണ്. അപ്രതീക്ഷിതമായ തിരിച്ചു പ്രതികരണം സാധ്യമല്ലാത്ത ആഘാതം എന്നൊക്കെയാണ് ഇതിന് പറയാറ്. ശരീരത്തിന്റെ മറ്റേതൊരു ഭാഗത്ത് കിട്ടുന്ന മർദ്ദനം പോലെയല്ല മുഖത്ത് കിട്ടുന്നത്. അതിന് വേദനയുമായി യാതൊരു ബന്ധവുമില്ല. വേദനയുമായി ബന്ധപ്പെട്ടതല്ല അതേൽപ്പിക്കുന്ന ആഘാതത്തിന്റെ കാഠിന്യം. കാരണം ഒരാളുടെ മുഖമാണ് അയാളെ വ്യത്യസ്തനാക്കുന്നതും അടയാളപ്പെടുത്തുന്നതും. അവിടെ കിട്ടുന്ന അടി അയാളെ ഇല്ലാതാക്കി മാറ്റുന്നു. ഇവിടെ ഇത് പരാമർശിക്കാൻ കാരണം സാംസയ്ക്ക് പണമിടപാടുകാരിൽ നിന്ന് മുഖത്ത് അടി കിട്ടുന്നു. അപ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ആ കഥപുസ്തകങ്ങൾ ചിന്നിച്ചെതറി നിലത്ത് വീഴുന്നു. അതിന്റെ താളുകൾ ചെതറിപ്പോകുന്നു. അത് ആ ചെതറിപ്പോകുന്ന താളുകൾ പോലെ തന്നെ അവന്റെ മനസ്സിലെ കൗതുകങ്ങളും അവന്റെ ഭാവനാലോകങ്ങളും എല്ലാം തന്നെ ചെതറുന്നു. അവന്റെ ബാല്യം അതോടുകൂടി നഷ്ടമാകുന്നു. നോവൽ വായനയ്ക്ക് ശേഷവും സാംസ എന്ന കുട്ടി അവന്റെ പേര് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ വ്യത്യസ്തനായ ഒരു കുട്ടിയായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. പുഴ പോലെ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ മനോഹരമായ പട്ടുനൂൽപ്പുഴു ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവും മറ്റൊരു നോവലുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം.